മെക്സിക്കോ സിറ്റിയിലെ രണ്ടാം ദിവസത്തിന്റെ രാത്രി ടിയോത്തിഹുവാക്കാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ദീർഘമായ ഒരു യാത്രയ്ക്കൊടുവിൽ നഗരഹൃദയത്തിൽ തിരികെ എത്തിയിരിക്കുകയാണ്. വനിതാ സംഘടനകളുടെ വലിയൊരു പ്രകടനവും അക്രമവും അവസാനിച്ച് നഗരം ശാന്തമായ നേരമാണിത്. പ്രകടനക്കാർ എഴുതിവെച്ച മുദ്രാവാക്യങ്ങളാണെങ്കും. അത് വായിച്ച് അഭിമാനം കൊള്ളുന്ന വനിതകളെ വഴിയോരത്ത് പലയിടത്തും കാണാം. ഇവർ പ്രകടനത്തിൽ പങ്കെടുത്തവരായിരുന്നു എന്നറിയില്ല. ഏതാനും പോസ്റ്ററുകൾ ചുരുട്ടി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ നഗരത്തെ ഒന്നാകെ കൈയടക്കിയ ദിവസമായിരുന്നു ഇന്ന്. ഒരു ഭാഗത്ത് പോലീസുകാർ ഒരു മതിൽ പോലെ നിൽക്കുന്നു. നഗരത്തിലെങ്ങും പോലീസുണ്ട് ഇന്ന്. ഫ്രാൻസിസ്കോ മദേരോ അവന്യൂ തുറന്നതോടെ അവിടെ ജനം നിറഞ്ഞു. നാട്ടുകാരും ടൂറിസ്റ്റുകളും ഈ വഴികളിലേക്കിറങ്ങാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയായിരുന്നു ഇതുവരെ. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ വനിതാ സംഘടനകളുടെ പ്രകടനം കാരണം ടൂറിസ്റ്റുകൾക്ക് നഗരഹൃദയത്തിലേക്ക് അടുക്കാനായിരുന്നില്ല. പ്രക്ഷുബ്ധമായിരുന്നു അന്തരീക്ഷം. പെട്രോൾ ബോംബും ഗ്രനേഡും എറിയലും ടിയർ ഗ്യാസ് പ്രയോഗവുമൊക്കെ നടന്നിട്ടുണ്ട്. രംഗം ശാന്തമായതോടെ വഴിയോര കച്ചവടക്കാർ തെരുവിലേക്കിറങ്ങിയിരിക്കുന്നു. ബാഗുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയൊക്കെ വിൽക്കുന്നവർ. അതിൽ വലിയൊരു ശതമാനവും അമേരിന്ത്യൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇൻക, മായൻ, അസ്റ്റക് ഗോത്രങ്ങളുടെ പിന്മുറക്കാരാണ്. പെറുവിൽ കണ്ടതുപോലുള്ള വസ്ത്രം ധരിച്ച സ്ത്രീകൾ. തദ്ദേശീയരുടെയും സ്പെയിൻകാരുടെയും വസ്ത്രത്തിന്റെ മിശ്രണമാണത്. കുറെ പേർ വഴിയോരത്തിങ്ങനെ കച്ചവടവുമായിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ കച്ചവടക്കാരെ കണ്ടിരുന്നില്ല. ഫ്രാൻസിസ്കോ മദേരോ അവന്യൂ നടക്കാൻ മാത്രമുള്ളതാണ്. ഇന്ന് പോലീസിന്റെ ശ്രദ്ധ മറ്റു ഭാഗങ്ങളിലായതുകൊണ്ട് കച്ചവടക്കാരെല്ലാം ഇവിടേക്കിറങ്ങിയിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങളിൽ ഇവിടെ കച്ചവടത്തിനിരുന്നാലും പോലീസിനെ കാണുമ്പോൾ ഇവർ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടുന്നതായിരുന്നു പതിവ്. പ്രധാന നഗരചത്വരമായ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ ലക്ഷ്യമാക്കിയാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്, സാൻ ഫിലിപ്പെ ചർച്ച്. അതിന്റെ വേലിക്കെട്ടിൽ നിറയെ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും നിരന്നിരിക്കുന്നു. ഫെമിനിസ്റ്റുകൾ ഉയർത്തുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും ആ വേലിയിലുണ്ട്. അത് വായിക്കുകയാണ് ഇന്നിവിടെ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന വിനോദം. മുദ്രാവാക്യങ്ങൾ എഴുതിയെടുക്കുന്നവർ വരെയുണ്ട്. നൂറുകണക്കിന് ബോർഡുകൾ. തീവ്രതയുള്ള ഫെമിനിസ്റ്റ് പ്രസ്ഥാനമാണ് ഇവിടെയുള്ളതെന്ന് മനസ്സിലായി. കോപാകുലരായി അവർ നഗരത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു ഇന്ന്. സ്ത്രീശക്തിയുടെ മുദ്രാവാക്യങ്ങളുടെ ചുവട്ടിൽ ഒരബല ഭിക്ഷാപാത്രവുമായിരിക്കുന്നത് വിരോധാഭാസമായി എനിക്ക് തോന്നി. സ്ത്രീകളുടെ കരുത്തിനെക്കുറിച്ചുള്ള അനേകം മുദ്രാവാക്യങ്ങൾക്ക് കീഴെ ആ പാവം ഇന്നത്തെ അത്താഴത്തിനുള്ള വക തേടുകയാണ്. ഒരു നഗരത്തെ വിറപ്പിക്കാൻ മാത്രം സ്ത്രീകൾ കരുത്താർജിച്ചതൊന്നും ഈ സ്ത്രീ അറിഞ്ഞിട്ടില്ല. ഇത്തരം വിപരീത കാഴ്ചകൾ ലോകത്തെവിടെയും കാണാറുള്ളതാണ്. ധാരാളം പേർ പോസ്റ്ററുകൾ കണ്ടു നടക്കുന്നു. വൈവിധ്യമാർന്ന പോസ്റ്ററുകൾ. സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപനം നടത്തുകയോ ചാനൽ ചർച്ചകളിലിരുന്ന് ഗീർവാണം അടിക്കുകയോ അല്ല. ഇവിടെ സ്ത്രീകൾ നിരത്തിലേക്കിറങ്ങി തങ്ങൾക്ക് എന്തു ചെയ്യാനാവും എന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. നഗരത്തെ അവർ ഉഴുതുമറിച്ചു. എവിടെയും സ്ത്രീകൾ എഴുതിവെച്ച മുദ്രാവാക്യങ്ങളാണ്. മദേരോ അവന്യൂവിൽ നിലത്തുവരെ അതുണ്ട്. ഒരു ഭാഗത്ത് വനിതാ പോലീസിന്റെ ഒരു സംഘം. അവരുടെ പക്കലുള്ള ഷീൽഡിൽ വരെ സ്പ്രേ പെയിന്റ് കൊണ്ടെഴുതിയ പ്രതിഷേധവാക്യങ്ങളുണ്ട്. സാൻഡ്വിച്ച് വാങ്ങിക്കഴിക്കുന്നു പോലീസുകാരികൾ. പകലെല്ലാം പട്ടിണിയിലായിരുന്നിരിക്കാം ഇവർ. മതില് പോലെ ഇങ്ങനെ നിൽക്കുമെന്നല്ലാതെ പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുകയൊന്നുമില്ല ഇവിടുത്തെ പോലീസ്. തോക്കും ലാത്തിയുമെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും കാര്യമായി പ്രയോഗിക്കില്ല. അതുകൊണ്ടുകൂടിയാവാം ഇന്നിവിടെ ഇത്ര വലിയ അക്രമം നടന്നത്. ഞാൻ ഹോട്ടലിന് മുന്നിലേക്കെത്തി.
ഇതാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ബെസ്റ്റ് വെസ്റ്റേൺ മജസ്റ്റിക് ഹോട്ടലിന്റെ എൻട്രൻസ്. അതിന്റെ മുന്നിൽ ഒരു തട്ടുകടക്കാരൻ വന്ന് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഇവർ സ്വതന്ത്രമായി ഇങ്ങനെ തെരുവിന്റെ പല ഭാഗങ്ങളിലും സ്ഥാനം പിടിക്കുന്നുണ്ട്. ഇയാൾ എന്തു വിഭവമാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. നഗരഹൃദയത്തിലെ റെസ്റ്റോറന്റുകളെല്ലാം വനിതാ പ്രകടനത്തെ തുടർന്ന് പൂട്ടിയതിനാൽ ഇന്ന് ഇവരുടെ ദിവസമാണ്. ബർഗറാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. നാടൻ ബർഗർ, ചൂടാക്കിയ ബ്രെഡ്, മാംസം, സോസ്, ടൊമാറ്റോ കെച്ചപ്പ് എന്നിവയൊക്കെ ഒഴിച്ച് നല്ല സ്പീഡിൽ അതുണ്ടാക്കുന്നു കടക്കാരൻ. ബർഗർ ഇങ്ങനെ തട്ടുകടകളിൽ ഉണ്ടാക്കുന്നത് അപൂർവമായേ കാണാറുള്ളൂ. മക്ഡൊണാൾഡ്സിന്റെയും മറ്റും ബർഗറുകൾ ആളുകൾ വാങ്ങിക്കഴിക്കുന്നത് കാണാറുണ്ട്. വളരെ ലളിതമായി വീട്ടിൽ ഉണ്ടാക്കാവുന്നതേയുള്ളൂ ഈ വിഭവം. തട്ടുകടക്കാരന് നല്ല കച്ചവടമുണ്ട്. ബർഗർ മാത്രമല്ല, ഹോട്ട് ഡോഗും ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ തട്ടുകടകളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബർഗറും ഹോട്ട് ഡോഗുമൊക്കെ ഉണ്ടാക്കി വിൽക്കാത്തത്? ബ്രെഡും സോസേജും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണിത്. കുറച്ച് കെച്ചപ്പും വേണം. കടലാസിൽ പൊതിഞ്ഞു വാങ്ങി നടന്നുകൊണ്ട് കഴിക്കാം. സ്ക്വയറിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് രാവിലെ പോലീസുകാർ സ്ഥാപിച്ച വേലി വനിതാ പ്രവർത്തകർ അടിച്ച് തകർത്തിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്നിറങ്ങിയപ്പോൾ ഇവിടം ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഞാൻ കണ്ടിരുന്നത്. സ്ക്വയറിലേക്ക് കയറി ചെന്നു. ഈ സമയമായപ്പോഴേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ ഏതാണ്ട് പൂർവ്വസ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞു. ഇത്ര നേരം ബന്ദവസിലായിരുന്നു ഈ ചത്വരം. ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങി. സൈക്കിൾ റിക്ഷക്കാരും കച്ചവടക്കാരുമെല്ലാം ചേർന്ന് സ്ക്വയറിനെ സജീവമാക്കി കഴിഞ്ഞു. ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന മെട്രോപൊളിറ്റൻ കത്തീഡ്രലിനെ സമരക്കാർ കാര്യമായി ആക്രമിച്ചിട്ടില്ല. കൂറ്റൻ വേലിയുള്ളതുകൊണ്ട് ഗേറ്റ് അടച്ചാൽ ആളുകൾക്ക് അകത്തേക്ക് കയറാനാവില്ല. അതിനെ വലയം ചെയ്ത് പോലീസുമുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്ന ഗംഭീരമായ സംഗീത പരിപാടിയുടെ സ്റ്റേജും അനുബന്ധ സംവിധാനങ്ങളും പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം തകർത്തു കളഞ്ഞു പ്രക്ഷോഭക്കാർ. ഗ്രീൻ റൂം, ടെന്റുകൾ, വേലികൾ, ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനങ്ങളുടെ ടവറുകൾ എന്നിവയെല്ലാം തകർത്തുവെന്ന് മാത്രമല്ല, വലിയ ടെന്റുകളുടെ ക്യാൻവാസ് കുത്തിക്കീറി നശിപ്പിക്കുകയും ചെയ്തു. പെൺകരുത്ത് കണ്ട് മെക്സിക്കോ സിറ്റി വിറങ്ങലിച്ചുപോയ ദിവസമാണിന്ന്. ഒരു ഭാഗത്ത് ഇതാ ഒരു വാൻ അടിച്ചു തകർത്ത് മറിച്ചിട്ട് അതിന്മേൽ സ്പ്രേ പെയിന്റ് കൊണ്ട് മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട്. നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ ഇതൊക്കെ കാണണം. ലാറ്റിൻ അമേരിക്കയിലെ സ്ത്രീ പ്രക്ഷോഭങ്ങൾ ഇങ്ങനെയാണ്. ചാനൽ ചർച്ചയുടെ സുരക്ഷിതത്വത്തിലിരുന്ന് ആഗോള കാര്യങ്ങൾ തട്ടിവിടാൻ അവർ തയ്യാറല്ല. മെക്സിക്കോയിൽ രൂക്ഷമാകുന്ന സ്ത്രീ പീഡനങ്ങൾക്കെതിരെ പോലീസും ഭരണകൂടവും കണ്ണടയ്ക്കുന്നതാണ് വനിതാ ദിനത്തിൽ ഇങ്ങനെയൊരു പ്രക്ഷോഭം നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്. ഇക്കാണുന്ന ഫോട്ടോയിലെ ഇൻഗ്രിഡ് എസ്കാമില്ല എന്ന പെൺകുട്ടിയുടെ മരണമാണ് ഇന്നത്തെ പ്രക്ഷോഭത്തിന്റെ പ്രധാന ഹേതു. കൂടെ താമസിച്ചിരുന്നയാൾ ആ പെൺകുട്ടിയെ കൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി പലയിടത്തായി ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിർഭയ കേസ് പോലെ മെക്സിക്കോയിൽ അടുത്ത കാലത്ത് ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് ഇൻഗ്രിഡ് വധം. ഏതായാലും ഇത്ര ഗംഭീരമായൊരു വനിതാ ദിനാഘോഷത്തിന്റെ കാഴ്ച എനിക്ക് അവിസ്മരണീയമായി. പോലീസിന്റെ വലിയ പട തന്നെയുണ്ട്. ഹെൽമറ്റ്, ഷീൽഡ്, മാർച്ചട്ട തുടങ്ങി എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ വനിതാ പ്രക്ഷോഭകർ എത്ര അക്രമാസക്തരായാലും ഇവർ കണ്ടു നിൽക്കുകയേയുള്ളൂ. ബലപ്രയോഗം നടത്തിയാൽ അത് മനുഷ്യാവകാശ പ്രശ്നമാകും. പോലീസിനെതിരെയുള്ള മുദ്രാവാക്യം അവരുടെ തന്നെ ഷീൽഡിൽ എഴുതിവെച്ചാണ് പ്രക്ഷോഭകർ പോയിരിക്കുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം ഒരു ഭാഗത്ത്, സ്ത്രീകളും പുരുഷന്മാരുമൊക്കെയുണ്ട് അതിൽ. ഇന്നത്തെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. വേലിക്കെട്ടുകളും അങ്ങിങ്ങായി ഉണ്ടായിരുന്ന താൽക്കാലിക നിർമ്മിതികളുമെല്ലാം തരിപ്പണമായി കിടക്കുന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഇനി രാത്രി മുഴുവൻ നീളുന്ന ജോലിയുണ്ടാവും.
സ്ക്വയറിന്റെ അതിരിലെ കെട്ടിടങ്ങൾ പ്രക്ഷോഭത്തെക്കുറിച്ചൊന്നും അറിയാത്ത മട്ടിൽ സുന്ദരമായി ലൈറ്റപ്പ് ചെയ്തു നിൽക്കുന്നു. ഹോട്ടലുകളും മറ്റുമാണ് അതിനകത്ത്. ധാരാളം ഗസ്റ്റുകൾ താമസിക്കുന്നുണ്ട്. നല്ല റെസ്റ്റോറന്റുകളുമുണ്ട്. രാത്രി 9 മണിയായി. തെരുവിൽ ജനത്തിരക്കുണ്ട്. ഞാൻ ഇന്നത്തെ ജോലി മതിയാക്കുകയാണ്. ഇനി ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങാം. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അടുത്ത ദിവസം പുലർച്ചെ 2:30 തന്നെ എണീറ്റു. ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങി. ഇന്നത്തെ യാത്ര തുടങ്ങാൻ. ഈ നേരത്തും തെരുവിൽ അങ്ങിങ്ങ് ആളുകളും പോലീസും ക്ലീനിംഗ് സ്റ്റാഫുമെല്ലാമുണ്ട്. ഇന്നലത്തെ കലാപത്തിന്റെ അടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞ് എല്ലാം പഴയ മട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് മുനിസിപ്പൽ അധികാരികൾ. അടുത്ത സ്ട്രീറ്റിലാണ് എനിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്ത ടാക്സി വന്നു കിടക്കുക. അവിടേക്കാണ് നടത്തം. ഇതാണ് വണ്ടി. ആ ടാക്സിയിൽ കയറി യാത്ര തുടങ്ങി. വഴിയിലെവിടെയും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. അധോലോക സംഘങ്ങളുടെ നഗരമാണല്ലോ മെക്സിക്കോ സിറ്റി. ഇവിടുത്തെ സ്ത്രീകളുടെ കരുത്താണ് നഗരം ഇന്നലെ കണ്ടത്. അപ്പോൾ ആണുങ്ങളുടെ കാര്യം എന്തായിരിക്കും? കാൻകൂൺ എന്നൊരു റിസോർട്ട് നഗരത്തിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. മെക്സിക്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനാണ് കാൻകൂൺ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ടൂറിസ്റ്റുകളെത്തുന്ന പ്രദേശം. എനിക്ക് അവിടേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് 6 മണിക്കാണ്. ടാക്സി മെക്സിക്കോ സിറ്റി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കെത്തി. വിവ എയറോബസ് എന്ന കമ്പനിയുടെ വിമാനം പുറപ്പെടുന്ന ടെർമിനലാണിത്. 6-ാം നമ്പർ ഗേറ്റ്. പച്ച നിറത്തിലുള്ള ഭാഗമൊക്കെ വിവാക്കാരുടേതാണ്. ചെക്ക് ഇൻ കൗണ്ടറുകൾക്ക് മുന്നിൽ കുറെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. വിവ ഒരു ബജറ്റ് എയർലൈനാണ്. ഞാനും ക്യൂവിന്റെ ഒരറ്റത്ത് പോയി നിന്നു. എനിക്കിവരുടെ കളർ സ്കീമും ഡിസൈനുമൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഫീൽ നൽകുന്നുണ്ട് അതെല്ലാം. ബോർഡിൽ കൃത്യം 6 മണിക്കാണ് എനിക്കുള്ള ഫ്ലൈറ്റ് എന്ന് കണ്ടു. ബോർഡിംഗ് പാസ് കിട്ടി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രൂപമാണ് ഈ ബോർഡിംഗ് പാസിന്. അതുമായി ഗേറ്റ് കണ്ടുപിടിക്കാനായി നടന്നു. സെക്യൂരിറ്റി ചെക്കും മറ്റും ഇതിനിടെ പൂർത്തിയായിരുന്നു. ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണിത്. ബെനിറ്റോ ജുവാറസ് ഇന്റർനാഷണൽ എയർപോർട്ട്. 19-ാം നമ്പർ ഗേറ്റിൽ നിന്നാണ് എനിക്ക് വിമാനത്തിൽ കയറേണ്ടത്. ആ ഗേറ്റ് കണ്ടുപിടിക്കാനായി നടന്നു. മെക്സിക്കോ സിറ്റിയുടെ മധ്യത്തിലാണ് ഈ വിശാലമായ എയർപോർട്ടിന്റെ സ്ഥാനം. സിറ്റി സെന്ററിൽ നിന്നും 5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടേക്ക്. കൃത്യം 6 മണിക്ക് തന്നെ വിമാനം പുറപ്പെടുമെന്ന് ബോർഡിൽ കാണിക്കുന്നുണ്ട്. 5:30 ആയപ്പോഴേക്കും ഞങ്ങളെ വിമാനത്തിലേക്ക് കയറ്റിവിട്ടു തുടങ്ങി. നേരം ഇപ്പോഴും വെളുത്തിട്ടില്ല. നല്ല ഇരുട്ടാണ്. വിമാനത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്ന ബസ്സിൽ ചെന്ന് കയറി. ആഭ്യന്തര വിമാനയാത്രകൾക്ക് മെക്സിക്കോക്കാർ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത് വിവ എയറോബസിനെയാണ്. ബസ്സിൽ ഏതാണ്ട് 1/2 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു. എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. അപ്പോഴും വിമാനങ്ങൾ ഉയരുന്നുണ്ട്. എയർപോർട്ട് സജീവമാണ്. വിമാനത്തിലേക്കു കയറി. സാധാരണ ബജറ്റ് എയർലൈനുകളുടേതെന്ന പോലെ ചെറിയ വിമാനം. 150ഓളം ആളുകൾക്ക് യാത്ര ചെയ്യാം. എനിക്കുള്ള ഇരിപ്പിടം വിമാനത്തിന്റെ പിൻഭാഗത്താണ്. അവിടേക്ക് നടന്നു. 2006-ൽ പ്രവർത്തനം തുടങ്ങിയ വിമാന കമ്പനിയാണ് വിവ എയറോബസ്. മെക്സിക്കോയിലെ ഏറ്റവും വലിയ ബസ് കമ്പനി ഗ്രൂപ്പായ അയാംസയാണ് ഇതിന്റെ ഉടമകൾ. ഇന്റർജെറ്റും അതുപോലെയൊരു ലോ കോസ്റ്റ് എയർലൈനാണ്. ന്യൂയോർക്കിൽ നിന്നും ഞാൻ ഇവിടേക്ക് വന്നത് ഇന്റർജെറ്റ് വിമാനത്തിലായിരുന്നു. മിക്ക സീറ്റുകളും നിറയാൻ മാത്രം യാത്രികരുണ്ട്. വിമാനം പുറപ്പെടുന്നത് 1/2 മണിക്കൂർ വൈകി. എന്താണ് കാര്യമെന്നറിയില്ല.
നേരം പരപരാ വെളുത്തതോടെ വിമാനം നീങ്ങിത്തുടങ്ങി. സമയം 6:30 പുറത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾ വന്നു കിടക്കുന്നത് കാണാം. മെക്സിക്കോ എന്നത് അമേരിക്കയുടെ നിഴലിലായിപ്പോയ ഒരു രാജ്യമാണെന്നേയുള്ളൂ. അതൊഴിച്ചാൽ ലാറ്റിൻ അമേരിക്കയിലെ വലിയൊരു ശക്തി തന്നെയാണ് മെക്സിക്കോ. ടൂറിസം രംഗത്തുൾപ്പെടെ വലിയ സാധ്യതകളുള്ള ഒരു രാജ്യം. വിമാനത്താവളത്തെയും അതിനോട് തൊട്ടുകിടക്കുന്ന നഗരഭാഗത്തെയും ഉയരം കൂടിയ ഒരു മതിൽ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ലോകത്ത് ജനവാസ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത് റൺവേ സ്ഥിതി ചെയ്യുന്ന അപൂർവം എയർപോർട്ടുകളിലൊന്നാണിത്. നഗരമധ്യത്തിലാണെന്നതിനാൽ ഈ എയർപോർട്ടിന്റെ വിപുലീകരണ സാധ്യതകൾ കുറവാണ്. ഇത് നഗരത്തിന് പുറത്തേക്ക് മാറ്റാനുള്ള പദ്ധതി ജനഹിത പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഉപേക്ഷിക്കുകയാണുണ്ടായത്. റൺവേയിലേക്ക് കയറി വിമാനം കുതിച്ചു പാഞ്ഞു തുടങ്ങി. ഞാൻ മെക്സിക്കോ സിറ്റിയുടെ മണ്ണിൽ നിന്നും പറന്നുയരുകയാണ്. ഈ യാത്രയിൽ ഇനി ഞാൻ തിരികെ മെക്സിക്കോ സിറ്റിയിലേക്ക് വരുന്നില്ല. കാൻകൂണിൽ ചെന്ന് അവിടെ നിന്നും വേറെ വഴിക്കാണ് മടക്കയാത്ര. താഴെ എയർപോർട്ടിന്റെ ഭാഗമായ കെട്ടിടങ്ങൾ കാണാം. നഗരം മൂടൽമഞ്ഞിന് കീഴെയായതിനാൽ കാഴ്ചകൾക്ക് വ്യക്തതയില്ല. പണ്ട് ഒരു തടാകവും അതിനോടനുബന്ധിച്ചുള്ള ചതുപ്പുമായിരുന്നു ഈ പ്രദേശം മുഴുവൻ. മലിനജല സംസ്കരണത്തിനുള്ള ഓക്സിഡേഷൻ പോണ്ടാണ് അർദ്ധവൃത്താകൃതിയിൽ കാണുന്നത്. പല ജലാശയങ്ങൾ നഗരത്തിൽ അങ്ങിങ്ങായി കാണാം. ഈ പ്രദേശം മുഴുവൻ വലിയൊരു തടാകമായിരുന്നു. ആ തടാകത്തിന് നടുവിലെ ഒരു ദ്വീപിലാണ് പണ്ട് മെക്സിക്ക ഗോത്രക്കാർ വലിയൊരു നഗരം പടുത്തുയർത്തിയത്. താഴെ കാണുന്നത് നബോർ കറീലോ എന്ന തടാകമാണ്. അതിന്റെ തീരം ഒരു അർബൻ പാർക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഞാൻ മാത്രമാണ് മാസ്ക് അണിഞ്ഞിരിക്കുന്നത്. വിമാനത്തിൽ മാത്രമല്ല, നഗരത്തിലൂടെ നടന്നപ്പോഴും ആളുകൾ തെല്ലൊരു ഭയത്തോടെയാണ് അപ്പോൾ എന്നെ നോക്കിയിരുന്നത്. ജീവനക്കാർ യാത്രികർക്ക് പണം നൽകി വാങ്ങാവുന്ന ലഘുഭക്ഷണം വിതരണം ചെയ്തു തുടങ്ങി. മെക്സിക്കോ സിറ്റി പിന്നിട്ട് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ഒരു ഭാഗം മുറിച്ചുകിടന്ന് ഇനി യുക്കാറ്റൻ ഉപദ്വീപിലെത്തണം. 2.25 മണിക്കൂർ നീളുന്ന വിമാനയാത്ര. വിമാനം കിഴക്കുദിശയിലാണ് പറക്കുന്നത്. മെക്സിക്കോയുടെ തെക്കുഭാഗത്ത് വാലുപോലെ വളഞ്ഞുകിടക്കുന്ന ഒരു ഭൂഭാഗമുണ്ട്. കരീബിയൻ കടലിന്റെ തീരത്തെ അതിസുന്ദരമായ പ്രദേശമാണത്. അവിടെയാണ് കാൻകൂൺ. ഇപ്പോൾ വിമാനം യുക്കാറ്റൻ ഉപദ്വീപിന് മുകളിലാണ്. ക്വിൻറ്റാന റൂ സംസ്ഥാനത്തിന്റെ ഭാഗങ്ങളാണ് ഇക്കാണുന്നത്. നിബിഡമായ ട്രോപ്പിക്കൽ വനങ്ങളും അതിനുള്ളിൽ മായൻ പുരാനഗരങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാമുണ്ട് താഴെ. നേർരേഖ പോലെ കാണുന്നത് റോഡുകളാണ്. അതിവിസ്തൃതമായ വനമേഖലയാണ് കാൻകൂൺ ഉൾപ്പെടുന്ന ക്വിൻറ്റാന റൂ സംസ്ഥാനത്തുള്ളത്. തെക്കൻ മെക്സിക്കോ മുഴുവനും തന്നെ ഈ വിധം ട്രോപ്പിക്കൽ വനമേഖലയാണ്. മണൽ പ്രദേശമായതിനാൽ വലിയ ഉയരത്തിൽ വളരുന്ന മരങ്ങളില്ല. എങ്കിലും നിബിഡ വനമാണ്. ആ വനത്തിനകത്താണ് മായന്മാരുടെ ഗോത്ര നഗരങ്ങൾ. നിറഞ്ഞ വൃക്ഷരാജിക്ക് നടുവിലൂടെ നേർവര പോലെ ഹൈവേകൾ കടന്നുപോകുന്നു, വളവും തിരിവുമില്ലാതെ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഹൈവേകൾ. ചിലയിടത്ത് എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. എങ്കിലും കൂടുതൽ സമയവും വിമാനം പറക്കുന്നത് നിബിഡ വനത്തിന് മുകളിലൂടെയാണ്. ആ വനത്തിന് നടുവിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന സൂചന പോലെ വിമാനം താഴ്ന്നു. കാൻകൂൺ എത്താറായിരിക്കുന്നു. വലിയൊരു പട്ടണമാണ് കാൻകൂൺ. എങ്കിലും അതിന്റെ സൂചനകളൊന്നും കാണുന്നില്ല. വനത്തിന് നടുവിലാണ് വിമാനത്താവളമെന്ന് തോന്നും. ഒരു റൺവേയുടെ മുകളിലേക്ക് വിമാനം താഴ്ന്നു. പിന്നെ നിലത്തു തൊട്ടു. കാൻകൂൺ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങിയിരിക്കുന്നു. ഇതും വിശാലമായ എയർപോർട്ടാണ്. 4 ടെർമിനലുകൾ ഉണ്ട് ഇതിന്. അതിൽ ഒരു ടെർമിനൽ ബിൽഡിംഗ് ആണ് അക്കാണുന്നത്. ധാരാളം വിമാനങ്ങൾ വന്നിറങ്ങുകയും കുതിച്ചുയരുകയും ചെയ്യുന്ന എപ്പോഴും തിരക്കുള്ള വിമാനത്താവളം.
ഇവിടം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെന്നത് തന്നെയാണ് ഈ തിരക്കിന്റെ പ്രധാന കാരണം. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഡെസ്റ്റിനേഷനാണ് കാൻകൂൺ. അവിടങ്ങളിൽ കടുത്ത തണുപ്പുള്ളപ്പോഴും ഇവിടെ വെയിലും ചൂടുമായിരിക്കും. വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി. എയറോ ബ്രിഡ്ജില്ല. ടെർമിനൽ ബിൽഡിങ്ങിനകത്തേക്ക് നടന്നു. ഏതു സീസണിലും ഒട്ടേറെ ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന നഗരമാണിത്. ഞാൻ ആദ്യമായാണ് കാൻകൂണിൽ വരുന്നത്. എന്നാൽ മെക്സിക്കോയിൽ മുൻപും വന്നിട്ടുണ്ട്. പ്ലായ ഡെൽ കാർമൻ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം പണ്ട് വന്നതോർക്കുന്നു. ഒരു ക്രൂസ് ഷിപ്പിലായിരുന്നു അന്നത്തെ വരവ്. സൂപ്പർ ഷട്ടിലിന്റെ ഒരു കൗണ്ടറിൽ നിന്നും നഗരത്തിൽ ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ് എടുത്തു. 1000 രൂപയോളമാണ് ടിക്കറ്റ് ചാർജ്. വാഹനത്തിൽ ഞാൻ മാത്രമാവില്ല, വേറെയും ആളുകളുണ്ടാവും. ഷെയറിംഗ് അടിസ്ഥാനത്തിലാണ് യാത്ര. ആ വാഹനത്തിൽ കയറാനായി പുറത്തേക്ക് നടന്നു.